പിന്നെ ഞാന് മാർക്കറ്റിന് സാധനം വാങ്ങിട്ട് വരുമായിരുന്നേ. ഒരു ഓട്ടോറിക്ഷയിലാണ് കയറിയത്, അതിലാണ് വെച്ച് മറന്നാ തോന്നുന്നത്. പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി വരുമായിരുന്നേ. ബാങ്കിന് അടുത്തായിരുന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ അന്വേഷിച്ചു. ഇനിയിപ്പം എങ്ങനെയാന്നുള്ളതിന് കുറച്ച് പൈസ തിരിയേണ്ടി വരുന്നാ തോന്നുന്നത്. കാരണം ബാങ്കിൽ ഉള്ളത് എടുത്തു, ഇനി കുറച്ചേ ഉള്ളൂ ബാങ്കിലുള്ളൂ. അത് തന്നെ. ഇപ്പൊ കല്യാണം ആകുമ്പോഴേക്കിനെ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കണം. ഓട്ടോ ഡ്രൈവർമാരോട് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവരോടല്ലാതെ ഇപ്പൊ ഏത് വണ്ടിയാന്നുള്ള ഓർമ്മയില്ല. അതാ പറ്റിയത്. ഡ്രൈവർ എനിക്ക് അത്ര മനസ്സിലായില്ല. അതാണ് നമ്മളിത് ചിന്തിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ് ആരോ വരുന്നുണ്ട്, ഞാൻ നോക്കിക്കാട്ടെ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. രാവിലെ വണ്ടിയിൽ കയറിയത് ഓട്ടോറിക്ഷയിലല്ലേ മക്കളെ? നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കുറച്ച് പൈസ വേണ്ട, ഒരു 3 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കോഴിക്കോട് ഓട്ടോറിക്ഷക്കാരെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്ത് തെരഞ്ഞു പോനെ. ഞങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാല് എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പൊ മെലിഞ്ഞാന്ന് 3.5 പവന്റെ ചെയിൻ എനിക്ക് കിട്ടീന്. പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഒന്ന് നോക്കി, അന്വേഷിച്ചു നോക്കി. പിന്നെ ആരാ എന്നുള്ള ഡ്രൈവർ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നിങ്ങളെ തലയിൽ മുടിയില്ലാത്തോണ്ട് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് എന്റെ കൈ കിട്ടിയോണ്ട് പുറത്തിനും പോയില്ല. ഞങ്ങൾ ഈ സ്റ്റാൻഡിലുള്ള എല്ലാ ഡ്രൈവർമാരും, ഈ കോഴിക്കോടത്തെ ഓട്ടോ ഡ്രൈവർമാരും പൊതുവെ എന്ത് കിട്ടിയാലും ഞാൻ എന്താ പറയാ, മോന്റെ കല്യാണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ബാങ്കിൽ നിന്ന് എടുത്ത പൈസ. ആയിക്കോട്ടെ. അപ്പൊ അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഞങ്ങള് കല്യാണത്തിന് ഇപ്പൊ അടുത്ത മാസം 25-ാം തീയതി. ആയിക്കോട്ടെ, സന്തോഷം. വരാം. അത് വരാം കേട്ടോ. ശരിയാ. അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിരുന്നു. ഞാൻ കയറിയ ഓട്ടോറിക്ഷന്റെ അവര് ആ പൈസ ആയിട്ട് വന്നു. അത് തന്നെ കിട്ടി. അത് നമ്മളെ കോഴിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണല്ലോ. അത് എന്തായാലും ആ സത്യസന്ധത കാണിക്കാതിരിക്കുമല്ലോ. മുഴുവൻ ഉണ്ട്. അത് കെട്ടോടെ തന്നെ കൊണ്ടു തന്നു. ഞാൻ വിളിച്ചു ചായ പിടിക്കാനൊക്കെ പറഞ്ഞിട്ട് അവര് നിന്നില്ല, അവര് പോയി. പിന്നെ കല്യാണത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ട് അവര്. ആയിക്കോട്ടെ, നീ എന്നെ അന്വേഷിക്കണ്ട. ഞാൻ ആകെ ടെൻഷൻ ആയിക്കായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ല, സന്തോഷായി. ആയിക്കോട്ടെ, എന്നാ ശരിയേ. ദാസേട്ടാ ഒന്നടക്കി. ഇതൊന്ന് വീട്ടിലെത്തിക്കണം. എന്ത് എന്നാ വെളിച്ചെണ്ണ? ഇതെന്ത് വെളിച്ചെണ്ണടോ? അവിടെ എന്റെ കമ്പനിക്കാരന്റെ വീട്ടിന്ന് ചക്കിലാട്ടിയതാ. എന്റെ വീട്ടിലെത്തിക്കണമെന്ന്. അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്താ? അവിടെ വെച്ചതാണ്. എനിക്ക് ഒറ്റ കൊണ്ടാകണ്ടേ? അതങ്ങോട്ട് എടുത്തോ. വീട്ടിൽ കൊണ്ടുപോകാന് ഓട്ടോറിക്ഷക്കൊക്കെ കയറി പോണ്ടേ? കല്യാണാണ് എന്റെ. മനസ്സിലായി, കല്യാണം. അല്ലടോ, അപ്പൊ ഈ 2 കെട്ടിയില്ലേനോ? അതൊക്കെ ഒഴിവാക്കി. അതെന്നാ മൂന്നാമത്തെ വേറെ കെട്ടേ. സാറേ ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോ. പിന്നെ അതൊക്കെ എന്താ വേണ്ടി ചെയ്യാ? നിങ്ങളിതൊന്ന് വീട്ടിലെത്തിക്കാണ്. ഓട്ടോറിക്ഷയിലൊക്കെ കയറി പോകണ്ട. ഞാൻ ഇങ്ങോട്ട് എടുത്തോടോ. ഞാൻ എടുത്തരാം. എല്ലടോ, അത് വെളിച്ചെണ്ണ തന്നെ അല്ലേ? വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഉണ്ട്. മതിയാവോ? അതൊക്കെ മതിയാവോ? പൊന്തിക്കാനായി. അല്ലടാ, ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണല്ലേ? ചക്കിലാട്ടി തന്നെയാ. ഇത് ലേസം ഞാൻ എടുത്തേക്കണോ? അത് വേണ്ട, വീട്ടിൽ കൊടുത്തോളി. വീട്ടില് പരിപാടി കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ബാക്കി ഉണ്ടാവോ? ഉണ്ടാവേണ്ടതാണ്. മൂന്നാമത്തെ പരിപാടിയല്ലേ, ആള് കുറവായിരിക്കും. ആണല്ലോ. എങ്ങോട്ടാ? നമ്മുടെ ദിവാരേട്ടന്റെ വീട്ടിലേക്ക്. കല്യാണ വീട്ടിലേക്ക്. എന്നാ ശരി, കേറ്റി. ഇതെന്നാ സാധനം? ഇത് വെളിച്ചെണ്ണ. സദ്യക്കുള്ളത് അല്ലേ? എന്നാ ശരി,
പോട്ടെ. അടുത്ത് എങ്ങോട്ടാ? കല്യാണം പഠിക്കാൻ പോകാം നമുക്ക്. കല്യാണം ഉണ്ട്, ചെറിയ സാധനം. റെഡിയാണ്. എന്താണ് വണ്ടിയില്? അത് വെളിച്ചെണ്ണയാണ്, കല്യാണ വീട്ടിലേക്കല്ല. വെളിച്ചെണ്ണ പറഞ്ഞത്. വെളിച്ചെണ്ണ തുറക്കണല്ലോ. സാറേ ഞാൻ എടുത്തുതരാം സാറേ. എന്താണ് സാറേ അവിടെയൊക്കെ അതെ തുറക്ക്. എന്താ അതിനുള്ളിൽ നോക്ക്. എന്തായാലും വെള്ളം മണക്കുന്നുണ്ട്, ബ്രാൻഡി മണക്കുന്നു. ബ്രാൻഡിയാ? ബ്രാൻഡി എല്ലാം എന്റെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ഇത് ചാരാൻ തോന്നുന്നു. ഇത് വെറുതെ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്ന് നിൽക്കണേ അല്ല. കേട്ടിക്ക അത് കേട്ടി നേരെ സ്റ്റേഷനിൽ പോവാ. ആരുടെന്നല്ല അവിടെ പോയി തീരുമാനിക്കാം. ഞാനല്ല ഇതിന്റെ ആളെന്ന് ആള് കേട്ടില്ല. ഭയങ്കര സങ്കടത്തിലും ഇമോഷണലായിരിക്കണം. എടുത്ത് കേട്ട് വെറുതെ അല്ല മഫ്തിയിൽ വന്നത് വെറുതെ ഒന്നല്ല. ഞങ്ങളെ പോലുള്ള ആൾക്കാരെ പിടിക്കാൻ തന്നെ എടുത്ത് കേട്ടങ്ങോട്ട് ചെല്ലിച്ചല്ലേ. അവിടെ തരികിടൊക്കെ ശരിയായി തരാം. സ്റ്റേഷനിലെ വിട് എന്നൊന്നും ഇവിടെ പറയണ്ട. ഈ നേരെ സ്റ്റേഷനിലെ വിട്. ഒന്നും എന്തൊക്കെ വിഷയമല്ല. ഈ നേരെ വിട്. വെറുതെ അല്ല മോനെ ഇവിടെ വന്ന് നിൽക്കണത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ സ്റ്റേഷനിലെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുക. അല്ല സാറേ ഇതിന്റെ സാധനമല്ല. ഒന്നും ശരിയാവില്ല മോനെ. എന്റെ മോളെ കല്യാണം ഉറപ്പിച്ച കല്യാണം പിടിക്കാൻ പോവാണ്ട്. ഞാനല്ലാതെ പരിവാക്കി. ഒന്നും കരണ്ട. 5-8 ആളാണ് അവിടെ സമ്മാനിക്കട്ടോ. അതുകൊണ്ട് കരണ്ട ശരിയായിക്കൊള്ളു. കരണ്ട. അതല്ല എത്ര ഇടിച്ചിട്ട് എനിക്ക് ഇവിടെ എല്ലാം വേദന എടുക്കുന്നത്. ഭയങ്കര വേദന. നിങ്ങൾ കരാതിരിക്കേ. ഞങ്ങൾക്കില്ല ഇവിടെ സുഹൃത്തുകാരുണ്ട്. എനിക്കിപ്പോ നാളെ ലൈനിൽ ഇറങ്ങണ്ടേ. എങ്ങനെ ഞാൻ പോവും? കരാതിരിക്കേ. എന്താന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ വേണ്ടാത്ത ചിന്തിക്കണ്ട. മോളെ കല്യാണം ഉറപ്പിച്ച് അടുത്ത മാസം അടുത്ത 15-ാം തീയതി കല്യാണം. വിഷമിക്കല്ലേ? ഞങ്ങൾക്കില്ലേ ഇവിടെ കല്യാണം ഉഷാറാക്കി നടത്താം. നിങ്ങളിങ്ങനെ കരഞ്ഞാലോ? എണീറ്റ് നിക്കാൻ പറ്റണ്ടായി. വിഷമിക്കണ്ട. അതൊക്കെ നടക്കുന്നല്ലേ. കാര്യമില്ലല്ലോ മോളെ കല്യാണം മുമ്പിലല്ലേ. കല്യാണത്തെ ഞങ്ങൾ ഇവിടെ ആളുകൾ എല്ലാരും ഉണ്ടല്ലോ, നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നടത്തും. ഞങ്ങളൊക്കെ സാധാരണ ഉണ്ടാവും. കരയില്ലേ? എന്താ കരയുന്നത്? ഇങ്ങനെ കല്യാണം പഠിക്കാൻ പോ. നീ പോണം കല്യാണത്തിന്. നിങ്ങളിങ്ങനെ കരയാതെ ഇരുന്ന വല്ലാത്ത വിഷമം കേട്ടോ. ഞങ്ങൾക്ക് വിഷമം. ഇങ്ങനെ കരയാതിരിക്കും കേട്ടാ. വിജുവിന്റെ വീട്ടില് വിജുവിന്റെ അച്ഛനെ വിളിക്കുന്നത്. നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യണ്ട. ചെക്കൻ്റെ അച്ഛനെ വിളിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യണ്ട. അവർക്ക് വിഷമം. ഹലോ ഹലോ. ഈ കല്യാണം അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ശരിയാവില്ല. നമ്മൾ ഒഴിവായിരിക്കും. അതെന്താണ്? ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാനല്ല ചെയ്തത്. ഒരാള് കയറ്റിയതാണ് അതിന്റെ അകത്ത്. എന്റെ മോള് എന്ത് തെറ്റ് ചെയ്ത്? കല്യാണത്തിൽ നിന്ന് മാറില്ലേ? അവർക്ക് വിഷമം ഉണ്ടാവും. അയ്യോ ഇനി അവരോട് വിഷമിക്കല്ലേ നിങ്ങൾ കരഞ്ഞത്? അത് കാര്യമില്ല. അവർ ഒഴിഞ്ഞ് ചെയ്യൂ. എനിക്ക് ജീവിക്കണമെന്നൊന്നുമില്ല. മോളെ കല്യാണം ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം എത്ര ദിവസമായി ഞാൻ ഇതിനോട് പുറകിൽ ഓടുന്നു. വിഷമിക്കായിരിക്കേ. കല്യാണമൊക്കെ നല്ല നേരം നടത്താം. ഇങ്ങനെ വിഷമിച്ചാലോ? കല്യാണം മോളെ കല്യാണം എനിക്ക് ജീവിച്ചിരിക്കേണ്ടതില്ല. കരയില്ലേട്ടാ.
നമുക്കൊക്കെ വിഷമങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുണ്ടാവും, ഞങ്ങളുണ്ടെങ്കിൽ കൂടെ. നമ്മളെ വാസേടം തൂങ്ങി മരിച്ചിന്. അപ്പൊ അതുകൊണ്ട് അവിടെ ബോട്ട് ഇപ്പൊ ആരും ഓടണ്ട. 6 മണിക്കാണ് ബോഡി എടുക്കുക. പിന്നെ ഒരു കൊടി കൂടി അവിടെ കുത്തിയാളുണ്ട്. ഓക്കെ. Run. എന്തിനാ ആ ബാച്ചുകാരായി എന്നെ കൊണ്ട് ആ ഓട്ടോറിക്ഷയിൽ കയറ്റിപ്പിച്ച് വേനാ എന്നടാ അപ്പൊ അവൻ തൂങ്ങി വെച്ച് അറിയാ. അടിച്ചിട്ടും കൊന്നിട്ടൊന്നും കാര്യമില്ല. സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ച്. എന്തിനാന്നോ ഇപ്പം കാരണാണ് ആ പാവം ഓട്ടോറിക്ഷ ഡ്രൈവർ വാസേട്ടൻ മരിച്ചത്. അങ്ങനെ കള്ളച്ചാരായി എന്നെ കൊണ്ട് കയറ്റിപ്പിച്ച പോനാ. എങ്ങനെ പാവത്തിന്റെ മോളെ കല്യാണം വരെ മുടങ്ങി അറിയാ നിങ്ങൾക്ക്. ഇപ്പൊ എന്താ ചെയ്യാ? സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ച്. അങ്ങനെ പറയില്ല. നമുക്ക് എന്താ വേണ്ട പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ. എന്ത് പരിഹാരോ? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇവനെ കൊണ്ട് ഓളെ കല്യാണം കഴിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാ പോരാ. കഴിച്ചിടുമോനെ നമ്മൾ തെറ്റ് ചെയ്ത അതിന് പരിഹാരം നമ്മൾ തന്നെ ചെയ്യണം. വാ നമുക്ക് പോയി സംസാരിക്കാം. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാം. വാ. ശരി ദാസ, ഞങ്ങൾ പോവാണ്. അതല്ലേ ഞങ്ങൾ പോയിട്ട് വേണ്ട നടപടി ഞാൻ ചെയ്തോളാം. വലിയ ഉപകാരം. പിന്നെ ഇത് വേറെ ആരെങ്കിലും പറയാൻ നിൽക്കരുത്. ഇല്ല, നിങ്ങളെ മനസ്സ് നല്ല മനസ്സാന്ന് എനിക്ക് മനസ്സിലായി. അതിനെ കൊണ്ട് ഞാൻ ആരോട് പറയുന്നു. ഏട്ടൻ 10-300 കത്ത് അടിച്ചു കൊടുത്ത് 10-200 കത്ത് ഞാനും കൊടുത്ത്. ഓളെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ഏട്ടാ എന്തൊക്കെയായ കാര്യങ്ങളൊക്കെ നമ്മളെ മോളെ ഒന്നും ശരിയായിട്ടില്ല. ഒരു ചെക്കനെ കിട്ടണ്ടേ, അതെങ്ങനെയെങ്കിലും ശരിയാക്കണ്ടേ? അതൊക്കെ വിധി നടക്കും, വിഷമിക്കാതിരിക്കും. കൊറേ കത്ത് അടിച്ചു കൊടുത്തതുകൊണ്ട്, ഞാൻ കൊടുത്തതുകൊണ്ട്, ഏട്ടൻ കൊടുത്തതുകൊണ്ട്. എന്താ ചെയ്യാ? നിങ്ങളെ ഓട്ടോക്കാരൊക്കെ ഉണ്ടതില്. നിങ്ങൾ വിഷമിക്കാതിരിക്കും. നമ്മൾ കല്യാണത്തിന് സാധനം ഒരു പയ്യനെ കണ്ടുപിടിക്കുക. നിങ്ങളൊക്കെ ഉള്ള ഒരു ധൈര്യം എന്താ ചെയ്യാ? ഒരാള് വരുന്നുണ്ട് കേട്ടോ. വരി ഇരിക്ക്. മനസ്സിലായിണ്ടാവല്ലോ അല്ലേ? ഇല്ല. ആരാ മരിച്ചത്? നിങ്ങളെ ഏട്ടൻ. ഏട്ടൻ. അത് മുപ്പരൊരു കേസിലൊക്കെ കുടുങ്ങിയിരുന്നല്ലോ. അതെ, എന്താ പറ്റിയെന്ന് അറിയില്ല. അത് ദാസനല്ല ശരിക്കുള്ള കാരണം. പിന്നെ ആരാ? നിങ്ങൾ കേറടാ. അവിടെ ഇരിക്കും. മോനാ. ഇവനൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. അതായത് ഇവന് കല്യാണത്തിന്റെ ആവശ്യം, ഇവന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവന് ചങ്ങായിമാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനം ഉണ്ടാക്കി. അത് വേറെ ദാസനെ ഏൽപ്പിച്ചാണ് സംഭവമൊക്കെ ഉണ്ടായത്. അയ്യോ, അങ്ങനെ പറ്റിയില്ലേ? എന്താ ചെയ്യാ? അപ്പം കുടുങ്ങിയത് മൂപ്പരായിപ്പോയിന്നുള്ളൂ. അപ്പൊ ഞാനത് അപ്പൊ അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്ക് മൂപ്പരത് പെട്ടെന്ന് എടുത്തു ചാടി മരിക്കുകയും ചെയ്തു. അപ്പൊ ഞാനിപ്പോ കല്യാണം മുടങ്ങിന്ന് പറഞ്ഞു. ആ മോളെ കാര്യം ആലോചിച്ചിട്ടാണ്. അതിപ്പോ ഞാൻ ഇവന്റെ കല്യാണം ഏകദേശം ഓന്റെ ഡേറ്റ് ആയിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞ് അത് ഒഴിവാക്കിച്ചു. കാരണം ആ കുട്ടിക്ക് വേറെയും ഭർത്താവിനെ കിട്ടും. ഈ ഒരു കുട്ടി വിഷമം ഉള്ളതുകൊണ്ട് ഞാന് ഇവനേതായാലും ഒരു പെണ്ണ് കെട്ടിയിട്ടില്ല. അപ്പൊ ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം എന്നുള്ളൊരു ഇതിലാണ്. മുമ്പ് 2 കല്യാണം കഴിച്ചിരുന്നു. അത് ഒരു നിന്നില്ല, വീട്ടില് കുട്ടികൾ നിന്നില്ല. അപ്പം അതാ ഒഴിവായിപ്പോയി. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ഇവിടെയുള്ള കുട്ടീനെ കെട്ടിക്കാൻ സമ്മതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റിൽ തന്നെ കല്യാണം നടത്താം. അതിപ്പോ 4 ആൾക്കാരോട് ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുള്ളൂ. ആ കുട്ടിയുടെ അമ്മയോടും അമ്മാമ്മമാരോടൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സന്തോഷത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. സന്തോഷത്തിന് നമുക്ക് ചെയ്യാം. ആളുകൾ എല്ലാവരും ഉണ്ട്, ഓട്ടോ എല്ലാവരും ഉണ്ട്. അല്ല, നിങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് എന്താ വെച്ചാല് ഞാൻ എന്താ വേണ്ടി വെച്ചാൽ നഷ്ടപരിഹാരമായിട്ട് എന്താ വേണ്ടി വെച്ചാൽ ഞാൻ ചെയ്തോളാം. തീരുമാനം എടുക്കാൻ
പറ്റൂല. ഞങ്ങള് ആലോചിച്ചിട്ട് കൂടി ആലോചിച്ചിട്ട് ആയിക്കോട്ടെ. തീരുമാനം അറിയിക്കാം. കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കൂടിയിട്ട് ആലോചിച്ചിട്ട്. ഒരു കുടുംബമൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ടൊന്ന് വേണ്ട എന്താ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ അത് കൂടി ആലോചിക്കുള്ളൂ. ഇല്ല പിന്നെ അങ്ങനെ കുഴപ്പക്കാരനൊന്നും ആയിട്ടല്ല, അന്നേരം ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അത് പറ്റി എന്ത് ചെയ്യാനാണ്? അല്ല ഞാൻ ഇനി നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ട വെച്ചാൽ ഞാനും ഉണ്ടാവും എന്റെ പിന്നിൽ എന്തായാലും എന്റെ പിന്നില്. അപ്പൊ കുട്ടീനെ നമ്മള് പൊന്നുപോലെ നോക്കിക്കോളാം. കാരണം നമ്മള് കാരണമാണല്ലോ ആ കുട്ടീന്റെ അച്ഛൻ ഇല്ലാണ്ടായി. അപ്പൊ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തിട്ട് നിന്നെ അറിയിച്ചാൽ മതി. ഇവരായിട്ട് അവര് സംസാരിച്ചു. ആ ആയിക്കോട്ടെ. ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട ഒന്നും വേണ്ട. എന്നാ ഞങ്ങള് വീട് അറിയിക്കാം. ആയിക്കോട്ടെ ശരി. ആ വെക്കാം. വാ ശരിയുണ്ടോ? ഇവരേ നല്ല കാര്യാട്ടോ. അച്ഛൻ നല്ല ഡീസന്റ് ആണ്. മകന്റെ കാര്യത്തിൽ എന്തൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായം എന്താന്ന് ഒന്ന് തുറന്ന് പറയും. അത് നിങ്ങൾ കുടുംബക്കാരോട് ആലോചിച്ചിട്ട് വേണ്ടിയത് ചെയ്യാം. അല്ലാതെ എന്താ ചെയ്യാ? ആയിക്കോട്ടെ, അത് മതി. ഞങ്ങള് ഓട്ടോ എല്ലാരും ഉണ്ടാവല്ലോ. എല്ലാരും ഉണ്ടായാൽ മതി. പേടിക്കൊന്നും വേണ്ട. ആയിക്കോട്ടെ നമുക്ക് എല്ലാവരും സഹകരണങ്ങൾ ഉണ്ടാവും. ആയിക്കോട്ടെ.